പല ആളുകൾക്കും സംശയമുള്ളൊരു വിഷയമാണ് എനിക്ക് സിഹിർ സംഭവിച്ചോ എന്നുള്ളത്. ജീവിതത്തിൽ പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ സംശയിക്കുന്നത്. സിഹിർ സംഭവിച്ചാൽ, അല്ലെങ്കിൽ സംഭവിച്ച സിഹിർ നീങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ സിഹിർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് 7 വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഈ 7 വിഷയങ്ങൾക്ക് മുമ്പിൽ എത്ര വലിയ സിഹിർ ചെയ്യുന്നവനാണെങ്കിലും പരാജയപ്പെടും, മുട്ടുമടക്കും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. 7 വിഷയങ്ങൾ ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹങ്ങൾ മുറാദുകൾ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊക്കെ ശത്രുക്കൾ ഉണ്ടായേക്കാം. പ്രത്യക്ഷത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാകും, മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടാകും, ഇരുട്ടിന്റെ മറവിൽ പണിയുന്ന ശത്രുക്കൾ ഉണ്ടാകും. പ്രത്യക്ഷമായ ശത്രുക്കളെ നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകാം, നമ്മുടെ അയൽപ്പക്കങ്ങളിലും ഉണ്ടാകാം, നമ്മുടെ ജോലി സ്ഥലങ്ങളിലും ഉണ്ടാകാം, നാമുമായി ബന്ധപ്പെടുന്ന പല സ്ഥലങ്ങളിലും, നാമുമായി ഇടപഴകുന്ന ആളുകളിലും നമ്മെ ഉപദ്രവിക്കുകയോ നമ്മെ ഭീഷണിപ്പെടുത്തുകയോ നമ്മെ ആവശ്യത്തിനും ആവശ്യമില്ലാതെ നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിലും നമ്മൾ ചെയ്യാത്ത ഒരു വിഷയത്തിന്റെ പേരിലും ആക്രമിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന ശത്രുക്കൾ നമുക്കൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശത്രുക്കളുടെ മനസ്സ് മാറാനുള്ള, അങ്ങനെയുള്ള ശത്രുക്കൾ ഒഴിഞ്ഞു പോകാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു മജ്ലിസിൽ സംസാരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നാൽ ഇരുട്ടിന്റെ മറവിൽ ചിലത് പണിയുന്ന ശത്രുക്കളുണ്ട്, സിഹിർ ചെയ്യുന്ന ശത്രുക്കൾ. അതായത് പിശാചിനെ പ്രീതിപ്പെടുത്തുന്ന ആളുകളുടെ അടുത്തേക്ക് കടന്നു ചെന്ന് പിശാചിന് ഇഷ്ടമുള്ള ചില കർമ്മങ്ങൾ ചെയ്ത്, പിശാചിന്റെ സഹായത്തോടെ ചില വിഷയങ്ങൾ ചെയ്ത്, അങ്ങനെയുള്ള ചില അവശിഷ്ടങ്ങൾ, ചില വസ്തുക്കൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഉപയോഗിക്കുന്ന വസ്തുക്കളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലും ഉപേക്ഷിക്കുന്നതിലൂടെയും മറ്റും സിഹിർ ചെയ്യുന്ന, മാട്ടുമാരണം ചെയ്യുന്ന, കൂടോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ് തകർക്കുന്ന ആളുകൾ, അക്രമികൾ, ശത്രുക്കൾ ഉണ്ടായേക്കാം. നമ്മുടെ ദാമ്പത്യ ജീവിതം തകർക്കുന്ന ശത്രുക്കൾ ഉണ്ടായേക്കാം. നമ്മുടെ കുടുംബത്തിൽ അനൈക്യമുണ്ടാക്കുന്ന ശത്രുക്കൾ ഉണ്ടായേക്കാം. നമുക്ക് രോഗമുണ്ടാക്കുന്ന ശത്രുക്കൾ ഉണ്ടായേക്കാം. നമ്മുടെ കഴിവുകൾ ഇല്ലാതെയായി പോകുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ശത്രുക്കൾ ഉണ്ടായേക്കാം. നമ്മുടെ നഷ്ടത്തിന് വേണ്ടി, നമ്മുടെ നാശത്തിന് വേണ്ടി, നമ്മുടെ പരാജയത്തിന് വേണ്ടി പണിയെടുക്കുന്ന ശത്രുക്കൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ സിഹറിൽ നിന്ന്, ളാലിമീങ്ങളുടെ ളുൽമിൽ നിന്ന്, ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സലാമത്താക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരിക്കലും സിഹിർ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ആര് എത്ര വലിയ പിശാചിനെ പ്രീതിപ്പെടുത്തുന്ന അമലുകൾ ചെയ്ത് നമുക്കെതിരെ പണിതാലും നമ്മുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, എല്ലാ നന്മയും എല്ലാ തിന്മയും അല്ലാഹുവിൽ നിന്നാണ്, എല്ലാ ഖൈറും എല്ലാ ശർറും അല്ലാഹുവിൽ നിന്നാണ്. സിഹിർ സംഭവിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമാണ്. അതുകൊണ്ട് സിഹിർ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന 7 വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം സിഹിറുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹുവിന്റെ സഹായം നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. ഈ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ വിഷയം എന്നുള്ളത് നല്ല ഈമാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിശക്തമായ ഈമാൻ ഉള്ളവരായി നാം മാറിക്കഴിഞ്ഞാൽ സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ഒരുവിധം സിഹിറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ വിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ
ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ വന്നിട്ട് പറഞ്ഞു, അല്ല പ്രവാചകരെ, ചില വിഷയങ്ങൾ അങ്ങയെ ബാധിച്ചിട്ടുണ്ടല്ലോ. ആരെങ്കിലും എന്തെങ്കിലും സിഹർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ക്രിയകൾ ചെയ്തതിന്റെ പേരിലാണോ എങ്ങനെ സംഭവിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് വന്നുകൊണ്ട് അനുയായികൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നി ഉശ്ഹിദുല്ലാഹ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്, അല്ലാഹുവിൽ ഞാൻ സാക്ഷ്യം വഹിച്ചവനാണ്. അഷ്ഹദൂ, നിങ്ങളും അല്ലാഹുവിൽ സാക്ഷ്യം വഹിക്കുക, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ ഉറപ്പിക്കുക. വഅന്നീ ബരീഉ മിമ്മാ തുശ്രികൂൻ, മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്താലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ഈമാനിന്റെ ആ ഒരു ബലത്തിൽ ബഹുമാനപ്പെട്ടവർ സംസാരിക്കുകയായിരുന്നു. രണ്ടാമതായി ഏറ്റവും നല്ല തവക്കുലിന്റെ ആളുകളായി നാം മാറുക എന്നുള്ളതാണ്. സിഹറുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് പറയുന്ന വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്ത്, വത്തബഉ ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന നാസ അസ്സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിൽ കാണാം, വമാ ഹും ബിളാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഒരു സിഹറും ഇവിടെ സംഭവിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ അള്ളാഹു തീരുമാനിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് സിഹർ സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ, അള്ളാഹു അങ്ങനെ ഒരു പരീക്ഷ നൽകുകയോ നൽകാതിരിക്കുകയോ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന് വിട്ടുകൊടുക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ടത്. എനിക്ക് സിഹർ സംഭവിക്കുമോ എന്ന് ഭയന്ന് ജീവിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് സിഹർ സംഭവിച്ചിട്ടുണ്ട്, ഇതെന്ത് മാറി കിട്ടുന്നില്ലല്ലോ എന്ന് ആവലാതിപ്പെടാതെ റബ്ബിൽ തവക്കുലാക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല തഖ്വ ഉള്ള ഒരു ജീവിതം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഒരുവിധം സിഹറുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നല്ല തഖ്വയുള്ള ജീവിതം നമ്മൾ നേടിയെടുക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലിസീൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണ്. പിശാച് മുഖേനയാണ് ഈ സിഹറും എല്ലാ കൂടോത്രവും സംഭവിക്കുന്നത്. അപ്പൊ പിശാച്, അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, പിശാച് പറഞ്ഞു അത്ര നിന്റെ അടിമകളെയൊക്കെ ഞാൻ പഴപ്പിക്കും, ഉപദ്രവിക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും, അവരിൽ നിന്നുള്ള മുഖ്ലിസീങ്ങളായ തഖ്വയുള്ള ആളുകളെ ഒഴികെ. അപ്പൊ തഖ്വയുള്ള ആളുകളെ പിശാചിന് ഉപദ്രവിക്കാൻ കഴിയില്ല. അപ്പൊ തഖ്വ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും, അള്ളാഹു നിന്നെയും സംരക്ഷിക്കും. അപ്പൊ തഖ്വ ഹറാമ് പോലും ചെയ്യാതെ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വഴിപ്പെടാതെ ജീവിക്കുക എന്നുള്ളതാണ്. നാലാമതായി നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും തൗബയോടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ തൗബ ചെയ്യുക. ഇസ്തിഗ്ഫാർ ചെറിയ പാപങ്ങൾക്കുള്ള പരിഹാരമാണെങ്കിൽ, വലിയ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ പാപമാണ് ഞാൻ ചെയ്തതെന്ന് സംശയമുണ്ടെങ്കിൽ അപ്പം നമ്മൾ തൗബ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ തൗബ ചെയ്യാതെ നമ്മൾ ചെയ്ത പാപം അങ്ങനെ നിലനിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, ബലാവുകൾ, മുസീബത്തുകൾ ഒക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് നോക്കൂ, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾക്കൊരു മുസീബത്തും വരുന്നില്ല നിങ്ങൾ ചെയ്ത പാപങ്ങൾ കാരണമായിട്ടല്ലാതെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ കാരണമായിട്ട് തന്നെയാണ് പലപ്പോഴും പല മുസീബത്തുകളും നമുക്ക് വന്നു ചേരുന്നത്. അപ്പൊ സിഹർ എന്ന് പറയുന്ന മുസീബത്ത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും തൗബ ചെയ്യുന്നവരായി മാറുക എന്നുള്ളതാണ് നാലാമതായി നമ്മൾ ചെയ്യേണ്ടത്. അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ടത് 5 നേരവും നമ്മൾ നമസ്കരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധമായ റജബ് 27 നമുക്ക് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത്. ആ റജബ് 27 അടുത്ത ദിവസം നമ്മിലേക്ക് കടന്നു വരുന്നത്. നിസ്കാരം നിലനിർത്തുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരമൊക്കെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സുബ്ഹി ഖളാ ആക്കാതെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയാണ്, അന്നത്തെ ദിവസം മുഴുവനും റാഹത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ സല്ല സുബ്ഹ, ഒരാൾ സുബ്ഹി നമസ്കരിച്ചാൽ ഫഹുവ മിൻ ദിമ്മത്തില്ലാ, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്,
അന്നത്തെ ദിവസം ഒന്നും അവന് സംഭവിക്കൂല. ഒരു പ്രയാസവും സംഭവിക്കൂല, ഒരു സിഹറും സംഭവിക്കൂല, ഒരു കണ്ണേറും സംഭവിക്കൂല, ഒരു ഇടങ്ങേറും സംഭവിക്കൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആറാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ വരാനിരിക്കുന്നതും അല്ലെങ്കിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നതുമായ മുസീബത്തുകൾക്കൊക്കെ പരിഹാരമാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മൾ അല്ലാഹുവോട് നിരന്തരം ദുആ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ദുആ ചെയ്യുന്ന വിഷയം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതിന് പകരമായി അല്ലാഹു പല പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. സിഹറിൽ നിന്ന് രക്ഷപ്പെടുത്താം, കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടുത്താം, മറ്റുള്ള മുസീബത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താം. ഏറ്റവും വലിയ ആയുധമാകുന്ന ദുആ, ആ ദുആഇനെ നമ്മൾ പതിവാക്കുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. പൊതുവായ ദുആവും അതോടൊപ്പം പ്രത്യേകമായ ദുആ, കാവലിന്റെ ദുആകൾ നമ്മൾ കൊണ്ടുവരിക. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ വീട് മാത്രം തീപിടിച്ചില്ല. അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കൊക്കെ അത്ഭുതമായി, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട് മാത്രം തീപിടിക്കാത്തത് എന്ന് അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് 3 പ്രാവശ്യം ഇന്ന് സുബ്ഹിക്ക് ശേഷം ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ദിക്ർ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ സുബ്ഹിക്ക് ഒരാൾ 3 പ്രാവശ്യം ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു ഇടങ്ങറും ഒരു മുസീബത്തും ഒരു സിഹറും അവനും അവന്റെ കുടുംബത്തിനും സംഭവിക്കൂല. വൈകുന്നേരം 3 പ്രാവശ്യം ചൊല്ലിയാൽ പ്രഭാതം വരെ ഒന്നും സംഭവിക്കൂല. കാവലിന്റെ ദുആ ആണ്. അതുപോലെ ഹദ്ദാദ് റാത്തീബ് കാവലിന്റെ ഒരു റാത്തീബാണ്. അതുപോലെ സിഹർ സംഭവിക്കാതിരിക്കാനും സംഭവിച്ച സിഹർ നീങ്ങിക്കിട്ടാനും നമ്മൾ പതിവാക്കേണ്ടുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്ത്. വത്തബഅ ശയാത്തീന അലാ മുൽക്കി സുലൈമാൻ എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്ത് എല്ലാ ദിവസവും 11 പ്രാവശ്യം ചൊല്ലിയിട്ട് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ നെഞ്ചത്ത് ഊതുക എന്നുള്ളത് സിഹർ സംഭവിക്കാതിരിക്കാനും സംഭവിച്ച സിഹർ നീങ്ങിപ്പോകാനും കാരണമാണ്. അതുപോലെ വിശുദ്ധമായ ഖുർആനിന്റെ അവസാനത്തെ 2 സൂറത്ത്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ് എല്ലാ ദിവസവും 42 പ്രാവശ്യം വീതം നമ്മൾ പതിവാക്കി വരുന്നത് സിഹർ സംഭവിക്കാതിരിക്കാനും സംഭവിച്ച സിഹറും മറ്റിടങ്ങേറുകളും നീങ്ങിപ്പോകാനും നമ്മെ സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാവലിന്റെ ദുആകള്, കാവലിന്റെ ആയത്തുകള്, കാവലിന്റെ സൂറത്തുകള്, കാവലിന്റെ ഇസ്മുകള്, കാവലിന്റെ മന്ത്രങ്ങള്, കാവലിന്റെ മറ്റു ആത്മീയമായ പരിഹാര മാർഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 7-ാമത്തെ ഒരു വിഷയം, സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ സംഭവിച്ച സിഹർ നീങ്ങിപ്പോകാൻ നാം ചെയ്യേണ്ടുന്ന ഒരു പരിഹാര മാർഗം, ഒരു ആത്മീയമായ ഒരു മരുന്നാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതാണ്. മദീനയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അജുവ എന്ന് പറയുന്ന ഈത്തപ്പഴം, അത് ഒരു ദിവസം 7 വീതം കഴിക്കുക എന്നുള്ളതാണ്. അജുവ ഈത്തപ്പഴം കിട്ടാനില്ലെങ്കിൽ അതിനേക്കാൾ സ്ഥാനം കുറഞ്ഞ ഈത്തപ്പഴം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം 7 വെച്ചുകൊണ്ട് നമ്മൾ കഴിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലം യളുറുഹു ദാലിക്കൽ യൗമ സുമ്മും വലാ സിഹ്റുൻ, അന്നത്തെ ദിവസം ഒരു സിഹറും ഒരു വിഷവും അവന് ഏൽക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എല്ലാ രോഗങ്ങൾക്കും അജ്വ ഈത്തപ്പഴം 7 വീതം കഴിക്കുന്നത് നല്ലതാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ യുക്തി വൈബിയായ അദൃശ്യമായ ഒരു യുക്തിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതാണെന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹർ സംഭവിക്കാതിരിക്കാനും സിഹർ സംഭവിച്ചു എന്ന് തോന്നുമ്പോഴും സംഭവിച്ച സിഹർ നീങ്ങിപ്പോകാനും ഈ 7 വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എത്ര വലിയ സാഹിറാണെങ്കിലും ഈ 7 വിഷയങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.